ഹായ്, അസ്സലാമലൈക്കും. ഇമ്മൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ. അതിന് ഇതാ 1 കിലോ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ബീഫ് ഇട്ട് അടുത്തത് ഇതാ കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. കൊച്ചുള്ളി ചതച്ചത്. അടുത്തത് ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തത് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി, പച്ചമുളക്, കരിവേപ്പില. അടുത്തതാ മസാല പൊടികൾ: മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ആവശ്യത്തിന് ഉപ്പ്. മിക്സ് ചെയ്യാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ബീഫ് കറി ഇവിടെ കുക്കറിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് താളിക്കാം. ആ എണ്ണയിലിട്ട് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ നല്ലപോലെ പൊട്ടി വന്ന് നമുക്ക് ഇനി അടുത്തത് ഉള്ളിട്ട് കൊടുക്കാം. അതിൽ കരിവേപ്പില ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് കറിക്ക് നമ്മളെപ്പോഴും ബീഫ് കറിക്ക് മാത്രമല്ല, ചിക്കനാണെങ്കിൽ ശകലം ഉലുവ നല്ല സൂപ്പറാണ്. നല്ലൊരു മണോ നല്ലൊരു ഫ്ലേവറുമാണ്. അതുകൊണ്ട് ഉലുവ ഇടാൻ ആരും മറക്കരുത്. അങ്ങനെ നമ്മളെ ഉള്ളിയെല്ലാം മൂത്ത് സെറ്റായി വരുന്നുണ്ട്. ഇനി ഇതാ നമുക്ക് ശകലം കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടി ഈ എണ്ണയിലിട്ട് വഴറ്റിയിടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ കറി അതിലോട്ട് വീഴ്ത്തി കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഗായ്സ്, നമ്മളുടെ ഇറച്ചിക്കറി ഇവിടെ റെഡിയായി, എല്ലാം സെറ്റായി. ഇനി നമുക്ക് കുറച്ച് ചീനി കഴിച്ചാലോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ചീനി വിളമ്പി വെച്ചിട്ടുണ്ട്. ശകലം ചീനി കഴിക്കാം. ചീനി എന്ന് പറഞ്ഞാൽ കപ്പ കേട്ടോ, കപ്പ. നമുക്ക് കഴിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് തിന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ. നല്ല സൂപ്പർ രസം, നല്ല രുചിയോട് രുചി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് എൻ്റെ കുഞ്ഞു വീഡിയോ.
എൻ്റെ കുഞ്ഞു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ എന്നോട് ചെയ്യുന്ന ഒരു ഉപകാരമായിരിക്കും അത്. ശരി, അസ്സലാമലൈക്കും. ഹായ്, അസ്സലാമലൈക്കും. ഇമ്മൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇത് നമുക്കൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ? അതിന് ഇതാ 1 കിലോ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ബീഫ് ഇട്ട് അടുത്ത ഇതാ കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. കൊച്ചുള്ളി ചതച്ചത്. അടുത്തത് ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്ത തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി, പച്ചമുളക്, കരിവേപ്പില. അടുത്ത ഇതാ മസാല പൊടികൾ: മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ആവശ്യത്തിന് ഉപ്പ്. മിക്സ് ചെയ്യാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ബീഫ് കറി ഇവിടെ കുക്കറിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് താളിക്കാം. ആ എണ്ണയിലിട്ട് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ എല്ലാം പോലെ പൊട്ടി വന്ന് നമുക്ക് ഇനി അടുത്തത് ഉള്ളിട്ട് കൊടുക്കാം. അതിൽ കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് കറിക്ക് നമ്മളെപ്പോഴും ബീഫ് കറിക്ക് മാത്രമല്ല, ചിക്കനാണെങ്കിലും ശകലം ഉലുവ നല്ല സൂപ്പറാണ്. നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറുമാണ്. അതുകൊണ്ട് ഉലുവ ഇടാൻ ആരും മറക്കരുത്. അങ്ങനെ നമ്മളെ ഉള്ളിയെല്ലാം മൂത്ത് സെറ്റായി വരുന്നുണ്ട്. ഇനി ഇതാ നമുക്ക് ശകലം കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടി ഈ എണ്ണയിലിട്ട് വഴറ്റിയിരുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ കറി അതിലോട്ട് വീഴ്ത്തി കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഗായ്സ്, നമ്മളുടെ ഇറച്ചിക്കറി ഇവിടെ റെഡിയായി, എല്ലാം സെറ്റായി. നമുക്ക് കുറച്ച് ചീനി കഴിച്ചാലോ? അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ചീനി വിളമ്പി വെച്ചിട്ടുണ്ട്. ശകലം ചീനി കഴിക്കാം. ചീനി എന്ന് പറഞ്ഞാൽ കപ്പ കേട്ടോ, കപ്പ. നമുക്ക് കഴിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് തിന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ.
നല്ല സൂപ്പർ രസം, നല്ല രുചിയോട് രുചി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് എൻ്റെ കുഞ്ഞു വീഡിയോ. എൻ്റെ കുഞ്ഞു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ എന്നോട് ചെയ്യുന്ന ഒരു ഉപകാരമായിരിക്കും അത്. ശരി, അസ്സലാമു അലൈക്കും.